ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ആദ്യ ഭാഗത്ത് ദൈവാശ്രയ ബോധമുള്ളവരായി നാം വളരണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കണമെന്നതിന് ഈശോ ഉദാഹരിക്കുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ്. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനാവാതെ മാതാപിതാക്കളിൽ ആശ്രയം വയ്ക്കുന്ന, എന്തിനും ഏതിനും തങ്ങൾക്ക് താങ്ങായി തണലായി തങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഒരു കൊച്ചു വേദന വന്നാലും ആരെങ്കിലും ഉറക്ക വർത്തമാനം പറഞ്ഞാലും പേടിപ്പിച്ചാലുമൊക്കെ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ കെട്ടിപ്പിടിക്കും, മുറുകെ പിടിക്കും. ഈ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഈ പപ്പ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനാകില്ല. ഈ വലിയ വിശ്വാസമാണ് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ ഭാവമെങ്കിൽ ഈ ആശ്രയബോധം ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും പ്രാതികൂല്യങ്ങളെയും നൊമ്പരങ്ങളെയും രോഗങ്ങളെയും കടബാധ്യതകളെയും എല്ലാം അവന് നേരിടുവാൻ അവന് തുണയായി, സങ്കേതമായി ദൈവം കൂടെയുണ്ട് എന്നുള്ള ചിന്ത വലിയ ആശ്വാസമാണ് ഓരോ വ്യക്തിക്കും നൽകേണ്ടത്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എങ്കിൽ പൗലോസ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ഇഫ് ജീസസ് ഈസ് വിത്ത് മീ ഐ ആം പവർഫുൾ ഇനഫ്. തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ ആപത്തോ നഗ്നതയോ വാളോ ഭൂകമ്പങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ എന്തു വന്നാലും അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യമാണ് എന്നുള്ള വലിയ വിശ്വാസത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും ഉയരുക എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യം. രണ്ടാമതായി അവിടുന്ന് സൂചിപ്പിക്കുന്നത് ദുഷ്പ്രേരണകളെക്കുറിച്ച്. ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്നതാണ്. നിൻ്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് മുറിച്ച് കളയുക. നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക. എത്രയോ ശക്തമായ ഭാഷയിലാണ് ദുഷ്പ്രേരണയെ അവിടുന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇനി ഞാൻ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നെങ്കിൽ എന്നെയും അതുപോലെ നിഷ്കാഷണം ചെയ്യാൻ ദൈവത്തിന് അനുമതി പത്രം കൊടുക്കുകയാണ് നമ്മൾ. എൻ്റെ ഒരു സംസാരം മൂലം, എൻ്റെ പെരുമാറ്റം മൂലം, എൻ്റെ ഒരു നോട്ടം മൂലം, എൻ്റെ ചെയ്തികൾ മൂലം ആരെയെങ്കിലും പാപത്തിലേക്ക് ഞാൻ തള്ളിവിടുന്നുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് പ്രിയപ്പെട്ടവരെ അത്തരം മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ദൈവാശ്രയബോധമുള്ളവരാകുവാനും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും നമുക്ക് സാധിക്കട്ടെ. എൻ്റെ അടുക്കലെത്തുന്നവരെയൊക്കെ സത്യദൈവത്തിൻ്റെ പാതയിലേക്ക് നയിക്കേണ്ടവനാണ് ഞാൻ. അവനെ പാപത്തിലേക്ക്, തിന്മയിലേക്ക് തള്ളിവിടുന്ന ഏത് പാപവുമാകട്ടെ, ഏത് സാഹചര്യവുമാകട്ടെ, അങ്ങനെയൊരു ചെയ്തി, അങ്ങനെയൊരു പ്രവൃത്തി, അങ്ങനെയൊരു ഭാഷ, സംസാരം എന്നിൽ നിന്നുണ്ടാകരുത് എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. ഒപ്പം നമ്മളെ പ്രലോഭനത്തിലേക്ക് തള്ളിവിടുന്ന എല്ലാ പാപ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി, കരുത്തിന് വേണ്ടി നമുക്ക് ആശ്രയബോധത്തോടെ ദൈവത്തോട് ചേരാം. എൻ്റെ തമ്പുരാനെ, നീ കൂടെയുണ്ടെങ്കിൽ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ എനിക്ക് സാധിക്കും. നീ കൂടെയുണ്ടെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കും. കർത്താവേ, എൻ്റെ കൈകളെയും കാലുകളെയും എൻ്റെ കണ്ണിനെയും കാതിനെയും എല്ലാം ദുഷ്പ്രേരണയുടെ മേഖലയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ഈ നോമ്പുകാലത്തിൻ്റെ ദിനങ്ങൾ അന്വർത്ഥമാക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സിംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.